നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീജിത്ത്. യു ആർ വാച്ചിങ് ഫ്യൂഷൻ കുസൈൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ഗോബി ഡ്രൈ ആണ്. എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും എന്തൊക്കെ വേണ്ട സാധനങ്ങളെന്നും നോക്കണം. 1 2 3 സ്പൂൺ മൈദ, അതേ അളവ് തന്നെ കോൺഫ്ലവർ എടുക്കുക, കോൺസ്റ്റാർച്ച് 1 2 3. അപ്പോൾ 1:1 ആണ് അതിൻ്റെ റേഷ്യോ. അതേ അളവ് ആഡ് ചെയ്യാം ഇത് രണ്ടും. ഇതിലേക്ക് 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 സ്പൂൺ സോൾട്ട്, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1 പിഞ്ച് ഷുഗറും, 1 സ്പൂൺ സോയ സോസ്. ചില്ലി ഗോപിക്കായ കാരണം നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നില്ല. വെള്ളം ചേർക്കാം. വെള്ളം വളരെ കുറവ് ചേർക്കാൻ പാടുള്ളൂ. നല്ല തിക്കായിട്ടുള്ള ബാറ്റർ വേണം നമുക്ക്. നല്ലപോലെ തിക്ക് ബാറ്റർ ആയിട്ട് ഈ കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്റർ തയ്യാറായിട്ട് ഇതിലേക്ക് ചുടുവെള്ളത്തിൽ ഇട്ട് ഒരു 2 മിനിറ്റ്, തിളപ്പിച്ച വെള്ളത്തിൽ 2 മിനിറ്റ് ഇട്ട് വെച്ച് ഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫ്ലവർ വേവരുത്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ചില്ലി ഗോപിക്കുള്ള ഫ്ലവർ കിട്ടില്ല, സ്പോഞ്ചി ആയി പോകും. ഓക്കെ, ഇപ്പോൾ കോട്ടിങ് കണ്ട വളരെ ഫൈനായിട്ട് കോട്ടിങ് അതിൻ്റെ മുകളിലുണ്ട്, നല്ലപോലെ കാണാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടി ഞാൻ ഗോപിയുടെ കോട്ടിങ് കാണിക്കാം. കോട്ടിങ് നല്ല പെർഫെക്റ്റ് കോട്ടിംഗ് ആണ്. കറക്റ്റ് കോട്ടിങ് അങ്ങോട്ടോ ഇളകാത്ത രീതിയിലാണ് നമ്മൾ ആ കോട്ട് ചെയ്തിട്ടുള്ള. കോട്ടിങ് നല്ല സ്റ്റിക്കി ആയിട്ട്. അപ്പോൾ എന്താ അതിൻ്റെ ഗുണം എന്നുള്ളത് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായി ശ്രദ്ധിച്ചാൽ കാണാം കയ്യിൽ നല്ല സ്റ്റിക്കി ആയിട്ട് വരണത്. ഈ നൂല് പോലത്തെ കൺസിസ്റ്റൻസി കാണും ബാറ്റർ കോപ്പി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട്. ഓക്കെ, നല്ലപോലെ എണ്ണ ചൂടായിട്ട് നമുക്ക് ഈ ഗോബി ഇതിലേക്ക് ഇടാം. ഓവർലോഡ് ഇടരുത്. കറക്റ്റ് പരന്ന് കിടക്കാവുന്ന രീതിയിൽ മാത്രം ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഗോബി ഫുള്ളായിട്ട് വറവായിട്ട് നല്ലപോലെ ക്രിസ്പി ക്രഞ്ചി ആയിട്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ ചില്ലി ഗോബി ഉണ്ടാക്കാം. ചില്ലി ഗോബി ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ ഗോബി ഫ്രൈ ചെയ്ത് വെച്ച അതേ ഓയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഒരു 30 ഗ്രാം 30 to 40 ഗ്രാമിൻ്റെ ഉള്ളിൽ ഓയിൽ ആഡ് ചെയ്തിട്ട് ചട്ടി നന്നായി ചൂടാവാൻ സമ്മതിക്കുക. ചൂടായതിന് ശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് ജിഞ്ചറും ചോപ്പ് ചെയ്ത് 1 സ്പൂൺ ഗാർലിക്കും ആഡ് ചെയ്യാം. ഒന്ന് ഇതായി വരുമ്പോൾ നമ്മൾ ക്യൂബായി കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ഓണിയനും കൂടിയിട്ട് ഒരു 2 ഓണിയനും 1 ഫുൾ ക്യാപ്സിക്കം എടുത്താൽ മതിയാവും. ഇതിലേക്ക് ആഡ് ചെയ്യാം. ജിഞ്ചറും ഗാർലിക് നല്ലപോലെ സോട്ടായിട്ട് നല്ല ഫ്ലേവർ വന്നിട്ടായിട്ട് ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ 2 സ്പൂൺ ഗ്രീൻ ചില്ലി ആഡ് ചെയ്തിട്ട് ഗ്രീൻ ചില്ലി ജസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കൈ 50 ml വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആ സോസും ഫ്ലേവറൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 2
3 4 സ്പൂൺ ടൊമാറ്റോ സോസും ഒരു 3 സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ സോയ സോസ്. ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചില്ലി സോസ് ആഡ് ചെയ്യാം. ഇത് ഹോം മെയ്ഡ് ചില്ലി സോസാണ്, വിത്തൗട്ട് കളറില്ലാത്തത്. ഈ ചില്ലി സോസ്, ഹോം മെയ്ഡ് ചില്ലി സോസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞൊരു ദിവസം ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, ഫൈൻ. നമ്മൾ കളറുകളൊന്നും ഇതിൽ ആഡ് ചെയ്യില്ല. വിത്തൗട്ട് അജിനോമോട്ടോ, വിത്തൗട്ട് കളർ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സോസിൻ്റെ ഉപ്പും എരിവൊക്കെ റെഡി ആയിട്ട്. പെർഫെക്റ്റ്, അടിപൊളി. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഗോബി ഇതിലേക്ക് ആഡ് ചെയ്യും. ഗോബി ആഡ് ചെയ്തിട്ട് മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് സോട്ട് ചെയ്യാം. കാരണം ആ സോസ് കറക്റ്റായിട്ട് നമുക്ക് ഗോപിക്കുള്ളത് മാത്രമേ ഉള്ളൂ. ഹൈ ഫയറിലിട്ട് എടുക്കാം, ഡ്രൈ ആക്കി എടുക്കാം. ലേശം ഓയിൽ ഒന്ന് ടോപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചില്ലി ഗോബി റെഡി. മുകളിൽ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ചില്ലി ഗോബി റെഡി. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ചില്ലി ഗോബി ഡ്രൈ പെർഫെക്റ്റ്ലി റെഡി ടു ഈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സംശയങ്ങളും ഫീഡ്ബാക്കുകളും അറിയിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.